നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമം മാറ്റം ഇന്ന് അർദ്ധരാത്രിയോടെ. ഇന്ന് അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. ഇതോടെ 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങൾ ചരിത്രമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനയും നിലവിൽ വരും. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. അതിനു മുമ്പുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. പാലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനെ മയക്കുവെടിവെച്ചു. പാലക്കാട് കരടിയോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനെ മയക്കുവെടിവെച്ചു. കാട്ടാന കാലിൽ മുറിവേറ്റ നിലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയതായിരുന്നു. മുറിവ് കാരണം കാട്ടാനയ്ക്ക് കൂടുതൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ചികിത്സയ്ക്കായിട്ടാണ് ആനയെ മയക്കുവെടിവെച്ചത്. മുറിവ് ഉണക്കിയ ശേഷം കാട്ടിലേക്ക് കയറ്റിവിടുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് വീട്ടിൽ കയറി കുറുക്കന്റെ ആക്രമണം. 4 പേരെ കടിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കോഴിക്കോട് അത്തോളി മൊടക്കല്ലൂരിൽ കുറുക്കന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. വീട്ടിൽ കയറിയായിരുന്നു ആക്രമണം. കുറുക്കന്റെ കടിയേറ്റ 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കുറുക്കനെ നാട്ടുകാർ പിടികൂടി. പനോളി ദേവയാനിക്കാണ് ആദ്യം കുറുക്കന്റെ കടിയേൽക്കുന്നത്. വീട്ടിൽ കയറിയായിരുന്നു ആക്രമണം. അവിടെ നിന്ന് 100 മീറ്റർ ദൂരത്തിലുള്ള കോഴിക്കോട്ടയിൽ ശ്രീധരൻ, ഭാര്യ സുലോചന എന്നിവരെയും കടിച്ചു. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽക്കാരനായ മണ്ടകശ്ശേരി സുരേഷിനെയും കുറുക്കൻ കടിച്ചു. ശ്രീധരന്റെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവർ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്റർവ്യൂവിന് പോയ യുവാവിനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർത്തലയിൽ ആളൊഴിഞ്ഞ കടയ്ക്കുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം ചെമ്മനത്തുകര വെള്ളിയാമ്പല്ലി വീട്ടിൽ പൊന്നപ്പൻ തങ്കമ്മ ദമ്പതികളുടെ മകൻ അരുണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചെറിയ കടയ്ക്കുള്ളിൽ അരുണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തിരുവനന്തപുരത്ത് ഇന്റർവ്യൂവിന് പോകാനാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചേർത്തല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭക്ഷണം നൽകിയില്ല, ഭാര്യയുടെ കൈ തല്ലിയൊടിച്ചു. ഭർത്താവ് അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് ഭാര്യയുടെ കൈ തല്ലിയൊടിച്ച കേസിൽ ഭർത്താവ് പിടിയിൽ. വെള്ളനാട് സ്വദേശി അജീഷ് കുമാറിനെയാണ് ആരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ഒടിഞ്ഞുകിടന്ന തടിമേശയുടെ കാലെടുത്താണ് അജീഷ് ഭാര്യയെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ അജീഷിന്റെ ഭാര്യ രമയുടെ ഇടത് കൈപ്പത്തിക്ക് പരിക്കേറ്റു. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ദേഷ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം.